നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കിഴുപ്പള്ളിക്കരയിൽ ലഹരിക്കെതിരെ പ്രതികരിച്ചതിന് വീടുകയറി ആക്രമണം. യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്ന മുത്തുള്ളിയാൽ തോപ്പ് തെക്കേമഠത്തിൽ സുരേഷിനെ ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ മർദ്ദിച്ചുവെന്നാരോപിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയും CPM പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തി. വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. അഴീക്കോട് സ്വദേശിയായ ഏജന്റ് പിടിയിൽ. ആരോഗ്യമേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥക്കെതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തകൾ വിശദമായി. കിഴുപ്പള്ളിക്കരയിൽ ലഹരിക്കെതിരെ പ്രതികരിച്ചതിന് വീടുകയറി ആക്രമണം. യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. ലഹരിക്കെതിരെ ശബ്ദിച്ചതിന് വീടുകയറി വധഭീഷണി മുഴക്കിയ യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. കിഴുപ്പള്ളിക്കര ജനകീയ സമിതി പ്രവർത്തകൻ PK ഷറഫുദ്ദീന്റെ വീട്ടിൽ രാവിലെ കയറി വന്ന് വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ 38 വയസ്സുള്ള കെവിനെയാണ് ജനകീയ സമിതിയുടെ ഇടപെടൽ അന്തിക്കാട് പോലീസ് പിടികൂടിയത്. ലഹരി വിപത്തിനെതിരെ ജാതി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരു ഗ്രാമം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിനെതിരെ സമൂഹത്തിനും കുടുംബത്തിനും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കെവിൻ ഇന്ന് രാവിലെ 8:30-യോടെയാണ് PK ഷറഫുദ്ദീന്റെ വീടിന്റെ മുൻവാതിലുകളിൽ അട്ടഹാസത്തോടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ലഹരി വിൽപ്പനക്കാരനും ഏജന്റുമായ കെവിൻ സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്കിടയിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വാഹനം ഓടിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്ന മുത്തുള്ളിയാൽ തോപ്പ് തെക്കേമഠത്തിൽ സുരേഷിനെ ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ മർദ്ദിച്ചുവെന്നാരോപിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയും CPM പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തി. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി AS ദിനകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ നസീജ മുത്തലീഫ്, PC പ്രഹ്ലാദൻ, PKS ഏരിയ സെക്രട്ടറി CS സംഗീത്, CPM ചേർപ്പ് ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ, സിജുലാൽ, TK ഷൈജു, NH സജീർ എന്നിവർ പ്രസംഗിച്ചു. വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. അഴീക്കോട് സ്വദേശിയായ ഏജന്റ് പിടിയിൽ. ഇരിഞ്ഞാലക്കുട കിഴുത്താണി സ്വദേശിയിൽ നിന്നും ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച അക്കൗണ്ട് ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് ജെട്ടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ 59 വയസ്സുള്ള അലിയാണ് പിടിയിലായത്. 1,30,00,000 രൂപയാണ് കിഴുത്താണി സ്വദേശിക്ക് നഷ്ടമായത്. എന്നാൽ ട്രേഡിംഗ് കമ്പനിക്കായി അയച്ച പണത്തിൽ 8 ലക്ഷം രൂപ അലിയുടെ അക്കൗണ്ടിലേക്കാണ് എത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ പണം ഉൾപ്പെടെ 9 ലക്ഷം രൂപ പിൻവലിച്ച് തട്ടിപ്പ് സംഘത്തിന് കൈമാറി. കമ്മീഷൻ കൈപ്പറ്റി ഇടനിലക്കാരായി മാറിയതിനാണ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട സൈബർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ആരോഗ്യമേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥക്കെതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് 100 മീറ്റർ വെച്ച് ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാസാക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ബീഹാറിനേക്കാളും UP-യേക്കാളും പിന്നിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം തുടരുമെന്ന് ഫൈസൽ ബാസാക്കി തങ്ങൾ പറഞ്ഞു. പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഊർജിതമാക്കിയപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പോലീസ്. തുടർന്ന് പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞുപോയെങ്കിലും മാർച്ചിനെ തുടർന്ന് കോളേജ് റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സുരക്ഷയുടെ ഭാഗമായി ടൗൺ ഈസ്റ്റ് പോലീസ് ശക്തമായ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു. ചാഴൂർ സ്വദേശിയെ കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചു. താന്യത്ത് വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാടുവിട്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് സംഘം പിടികൂടിയ പ്രതിയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും കായ്ക്കുരു രാജേഷിന്റെ സംഘാംഗവുമായ ചാഴൂർ പുതിയ വീട്ടിൽ ഷാജഹാൻ എന്നു പേരുള്ള ഷജീറിനെയാണ് 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. ഷാജഹാൻ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൂടാതെ വലപ്പാട്, കയ്പമംഗലം,
കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളായി കവർച്ച, വീടുകയറി ആക്രമണം, അടിപിടി എന്നിങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളുമുണ്ട്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചൂലൂർ AAILP സ്കൂളിൽ പാഴ്പുതുക്കം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. സാരി തരൂ സഞ്ചി തരാം എന്ന പ്രവർത്തനം സ്കൂൾ നല്ല രീതിയിൽ ഏറ്റെടുത്തു. കുപ്പ, കളിപ്പാട്ടം എന്ന പ്രവർത്തനവും പേപ്പർ പേന നിർമ്മാണവും ഇതോടൊപ്പം നടന്നു. പ്രിയമുള്ളവരെ, ഞാൻ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു. പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പാഴ്പുതുക്കം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിക്കൊണ്ട് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാരി തരൂ സഞ്ചി തരാം എന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കുപ്പക്കളിപ്പാട്ട പ്രവർത്തനവും പേപ്പർ പേന നിർമ്മാണവും നല്ല രീതിയിൽ എല്ലാ വിദ്യാലയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഏറ്റെടുത്ത ഈ പ്രവർത്തനം ഭംഗിയാക്കിയതിൽ ഗ്രാമപഞ്ചായത്തിനുള്ള അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ AAILP സ്കൂൾ വളരെ ഭംഗിയായി അവിടുത്തെ കുട്ടികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. എടത്തിരുത്തി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും പാഴ്പുതുക്കം പരിപാടി സംഘടിപ്പിച്ചു. ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് പ്രകൃതി ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകുന്ന നിയമമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് അഭിപ്രായപ്പെട്ടു. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ VK രാജൻ നഗറിൽ കടൽ മണൽ ഖനനവും പരിസ്ഥിതി ആഘാതവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽ മണൽ ഖനനം മാത്രമല്ല ഈ നിയമം ഭാവിയിൽ ലക്ഷ്യം വെക്കുന്നതെന്നും കരിമണൽ ഖനനമാണ് ലക്ഷ്യമെന്നും അതുവഴി യുറേനിയം ഉൾപ്പെടെയുള്ള വിലയുള്ള ധാതു സമ്പത്തുകൾ കൊള്ളയടിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ അവർ പറഞ്ഞ ന്യായം മണിപ്പൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബഹളമായിരുന്നു, അതുകൊണ്ട് എതിർക്കാൻ കഴിഞ്ഞില്ല. ബില്ല് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് MLAയ്ക്കും അറിയാം, ആഴ്ചകൾക്ക് മുമ്പ് അതെല്ലാം പാർലമെന്റ് അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യപ്പെടും. പാർലമെന്റിൽ മണിപ്പൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബഹളത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാടെടുക്കാൻ UDF-ന്റെ MPമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് യോജിച്ച സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, ഡോക്ടർ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. ET ടൈസൺ MLA മോഡറേറ്റർ ആയിരുന്നു. സമ്മേളന സംഘാടക സമിതി ചെയർമാൻ AITUC ജില്ലാ പ്രസിഡന്റുമായ TK സുദീപ്, CPM കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, ലോക്കൽ സെക്രട്ടറി ഷഹീദ് അബ്ദുൾ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്ത നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് മുഖ്യാതിഥിയായിരുന്നു. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട്, കൃഷി ഓഫീസർ ശ്വേത KS, മെമ്പർമാരായ ജ്യോതി രാമൻ, KK പ്രദീപ്, അനിത ശശി, TP രഞ്ജിത് കുമാർ, സരിത സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AV ശ്രീവത്സൻ, TK മാധവൻ, CPM LC സെക്രട്ടറി KV രാജേഷ്, BJP പ്രതിനിധി ഗോകുൽ കരിപ്പള്ളി എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെന്തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, പച്ചക്കറി വിത്ത്, കൂർക്കത്തല എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഞാറ്റുവേല കിറ്റുകൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്തു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ആളില്ലാത്ത കെട്ടിടമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുകയും അതുമൂലം ഒരു സ്ത്രീയെ കൊലക്കി കൊടുക്കുകയും ചെയ്ത ആരോഗ്യമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയും അന്വേഷണത്തെ നേരിടണമെന്നും CM നൌഷാദ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പോലീസ് തെളിവ് നശിപ്പിച്ചതിനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആരോഗ്യമന്ത്രിയുടെ പേരിൽ കേസെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യമില്ലാത്ത കേരളത്തിലെ ജനതകളെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ വസതി ഉൾപ്പെടെ ഇത് ഉപരോധിക്കുകയാണ്. അതിന്റെ തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എത്രയും പെട്ടെന്ന് ഈ പ്രതിഷേധ സമരത്തിൽ ആഹ്വാനം കേട്ടയുടനെ ഈ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയമേറ്റ് സമരം നടത്തിയ തളിക്കുളത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു.
ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കുന്നതുവരെ നിരന്തരമായ സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസും നേതൃത്വം നൽകും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടി കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഫിറോസ് ത്രിവേണി, രമേശ് ഐനിക്കാട്ട്, എ എം മെഹബൂബ്, മുനീർ ഇടശ്ശേരി, ടി യു സുഭാഷ് ചന്ദ്രൻ, നീതു പ്രേംലാൽ, എൻ മദനമോഹൻ, ലൈല ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ഹൗസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ഷീബ അജയകൃഷ്ണൻ, എ എസ് ഷൺമുഖൻ, വി കെ ഷക്കീർ, എൻ ആർ ജയപ്രകാശ്, കെ കെ ഉദയകുമാർ, കാസിം അരവശ്ശേരി, സിമി അനോഷ്, കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തറയൻ, സ്കൂൾ ലീഡർ നന്ദിത പി എസ്, ലൈബ്രറി ഇൻചാർജ് സിസ്റ്റർ നിഷ, ഡെൻസി ടീച്ചർ എന്നിവർക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കിലോമീറ്ററോളം നടന്നുകൊണ്ട് പുസ്തകം എത്തിച്ചുകൊണ്ടാണ് പി എൻ പണിക്കർ എന്ന ആ അധ്യാപകൻ ഈ ഗ്രന്ഥശാലകൾക്ക് തുടക്കം കുറിച്ചത്. ആ തുടക്കം ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇവിടെയുള്ള മുതിർന്നവർക്കൊക്കെ അറിയാവുന്ന രീതിയിലേക്ക് ഗ്രാമീണ വായനശാലകളും അതുപോലെ തന്നെ മറ്റു വായനശാലകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വായനാശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വായനാദിനം ആചരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ടെസ്സിൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ എം ബി സജീവ്, പി ടി എ പ്രസിഡന്റ് ടി ബി ബൈജു, എം പി ടി എ പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി, വിദ്യാർത്ഥി പ്രതിനിധി ഗായത്രി കെ എ, സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പി ടി എ വൈസ് പ്രസിഡന്റ് നിസാർ കുമ്മങ്ങണ്ടത്ത് എന്നിവർ പ്രസംഗിച്ചു. സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, രേണുക റിജു, ജഗദീഷ് രാജ് വാളമുക്ക്, ജനാർദ്ദനൻ, ഹരിദാസ് ചമ്മാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുപ്പള്ളിക്കരയിൽ ലഹരിക്കെതിരെ പ്രതികരിച്ചതിന് വീടുകയറി ആക്രമണം. യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്ന മുത്തുള്ളിയാൽ തോപ്പ് തെക്കേമഠത്തിൽ സുരേഷിനെ ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ മർദ്ദിച്ചുവെന്നാരോപിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയും CPM പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തി. വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്, അഴീക്കോട് സ്വദേശിയായ ഏജന്റ് പിടിയിൽ. ആരോഗ്യമേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥക്കെതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.